ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നത് അവിടെ വന്നിട്ടുള്ളത്. എന്തോ കൊണ്ടെന്ന് പറഞ്ഞ് പരസ്യങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും വിൻ്റർ ഫെസ്റ്റ് എന്നാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ അതിൽ പങ്കെടുപ്പിക്കുന്നു. ഇതിനകത്തുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതിനകത്ത് കയറിയിട്ടില്ല. എൻ്റെ മെയിൻ എൻട്രൻസിലൊന്നും അവിടെ ഒന്നും കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ പാർക്കിങ്ങും സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടല്ല, ഫ്രീ ആണ്. പാർക്കിങ്ങിന് മാത്രം പൈസ ആവുന്നുണ്ട്. 20 സെക്കൻഡ് എന്തോ 20 മിനിറ്റ് എത്രയോ 50 രൂപ എന്താണ്. പിന്നെ ഇവിടുത്തെ പരിപാടിക്ക് 31-ാം തീയതി വരെ ഉണ്ട്. 23-ാം തീയതി തുടങ്ങിയതാണ്. 30-ാം തീയതി വരെയാണ് ഈ പരിപാടി, ഈ വിൻ്റർ ഫെസ്റ്റ് നടക്കുന്നത്. അവിടേക്ക് ഫ്രീ ആണ്. ഇപ്പം വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസ് ട്രീ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇതാണ്. ഇവിടെ ഒരു വലിയ വിൻ്റർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാനൊക്കെ. ബാക്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. സോപ്പാണ് അത്. എങ്ങനെ പറഞ്ഞു? നാച്ചുറൽ ബ്യൂട്ടീസ് ഓർഗാനിക് ആണ്. നാൽപ്പാമരം, രാമച്ചം, നീം, തുളസി, ഗോട്ട് മിൽക്ക്, ചാർക്കോള്, പിന്നെ ഇതൊക്കെ രാമച്ചമാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാ പ്രോഡക്റ്റും നാച്ചുറലാണ്. ഒരു കെമിക്കലും ഇല്ലാത്ത സാധനം. ഞങ്ങളത് സോപ്പൊന്നല്ല, ഞങ്ങൾ ഫാൻസി ടോയ്സ്. ഇപ്പോൾ ഒരിടത്ത് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇതെത്ര ഇത്? റെഡി. അങ്ങനെതാ ആദ്യമായിട്ട് ഞങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് വന്നു. ഇവിടെയൊന്നും കയറ്റി വിടുമെന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ ഇവിടുത്തെ രീതി കാര്യങ്ങളൊന്നുമില്ല. അതിനകത്താണ്. അവിടെ കയറി അവിടെ നിന്ന് പോയി വണ്ടിയിൽ ബസ്സിലെന്തൊക്കെ കയറിയാണ് അവിടെ ഫ്ലൈറ്റിൽ പോകണത്. എല്ലാവർക്കും അറിയാമായിരിക്കും, യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാമത് ഫ്ലൈറ്റിൽ എങ്ങനെ പോകുന്നത് അങ്ങനെയെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഒരു ദിവസം ഞാനും വരും. ഞങ്ങളും പ്ലാനിങ്ങിലാണ്.
എവിടെയെങ്കിലും ഒന്ന് ദുബായിലൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോഴാണ് പറയുന്നത് ദുബായി പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് മിസ്സൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം പാസ്പോർട്ട് എടുക്കുക ആദ്യം, വിസ പിന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സിബിഷൻ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. വലുതായിട്ടൊന്നും കാണാനില്ല ഇവിടെ. നേരത്തെ എടുത്ത് ആൾ ഇതിനെ കുറേയൊക്കെ പെരുപ്പിക്കുകയാണ് കാണിച്ചത്. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ പെട്ടു. ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ ഉള്ളു കാണാൻ. ഇതിനു വേണ്ടി ആരും ഓടിയൊന്നും വരേണ്ട ആവശ്യമില്ല. 2 ലൈറ്റ് അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് നടക്കുന്ന കാര്യമാണ്, ഇത്രയേ ഉള്ളൂ. ഞാനും വിചാരിച്ചു എന്തൊക്കെ ഉണ്ട് സംഭവം വിചാരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഉള്ളൂ, ചെറിയ എക്സിബിഷൻ അങ്ങനെയൊക്കെ അടങ്ങുള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം അറിയാമല്ലോ, സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ഓള് എല്ലാം കൊടുക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് കൊടുക്കുക, മറക്കരുതേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്നുള്ള ഇറങ്ങിയാണ്, എയർപോർട്ടിൻ്റെ കാഴ്ചകളെ കണ്ടല്ലോ എല്ലാവരും. അപ്പം ഇനി വേറെ ഒന്നും കാണിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെളി ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഇതിനും കൂടെ കവർ ചെയ്യാം കേട്ടോ. അതാണ് വിൻ്റർ ഫെസ്റ്റ് തീർന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നടന്നത്, വലിയ എക്സിബിഷൻ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ. അപ്പം നല്ല ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഓക്കെ, ബൈ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ് തീർത്തു, കുറച്ച് മുമ്പ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ, അതിന് കുറച്ച് ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ ചെയ്ത് കൊള്ളാമല്ലേ, നല്ല രസമല്ലേ. ഒരു മരത്തിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ്, കാണാൻ നല്ല രസമുണ്ടാവും. ഇതാ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അകത്തൊന്നും പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, ഇവിടുത്തെ രീതിയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടെ സെറ്റ് നേരത്തെ ഉള്ളതാണെന്ന് തോന്നുന്നു, ബാക്കിയുള്ള രീതിയൊന്നും അറിയില്ല. നല്ല ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു ഭാഗ്യം വരികയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും എയർപോർട്ടിൽ വരും, എവിടെയെങ്കിലും യാത്ര ചെയ്യും. ദുബായിലാണ് പ്ലാനിങ്. ഞങ്ങൾ പാസ്പോർട്ട് ഞങ്ങൾ 3 പേരും കൂടെ എടുക്കാൻ പോവാണ്. എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും ഒന്ന്. ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാനൊക്കെ നല്ല രസമാണ്. ഞാൻ നേരത്തെ ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചില്ല. ലൈറ്റ്സൊക്കെ ആവശ്യം പോലെ ഇട്ടു, അവിടെയൊക്കെ നല്ല ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിനകത്താണ്, പാർക്കിങ്ങിലല്ല. അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫ്രണ്ടിലാണ് ഇതൊക്കെ.